വികസനം കണ്ട് അത്ഭുതപ്പെടേണ്ട, കലാപമില്ലാത്തതിൽ അതിശയിക്കേണ്ട. കാരണം ഇത് കേരളമാണ്. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ വികസനം കണ്ട് അത്ഭുതപ്പെടേണ്ടെന്നും കലാപമില്ലാത്തതിൽ അതിശയിക്കേണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. UDFന്റെ കാലത്ത് വെറും 600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 18 മാസത്തെ കുടിശ്ശികയടക്കം നൽകി തീർത്തത് LDF സർക്കാരാണ്. ഇത്തരത്തിലുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ഇടപെടലുകൾ ഏതെന്ന് കണ്ടെത്തി നടപ്പിലാക്കിയതു കാരണമാണ് 2021 ജനങ്ങൾ വീണ്ടും LDFനെ തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് LDF വോട്ട് തേടുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയത് LDFന്റെ കഴിവാണ്. ഹരിയാനയിലെ സീറ്റ് കോഴക്കേസിൽ കോൺഗ്രസ് നേതാക്കളായ KC വേണുഗോപാലിനെതിരെയും കൊടിക്കുന്നിലിനെതിരെയും കേസെടുത്ത ഡൽഹി പോലീസ്. മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുചിത്ര ദേവിയുടെ ഭർത്താവ് ഗൗരവ് കുമാറാണ് പരാതി നൽകിയത്. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും ഹരിയാനയിൽ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് 7 കോടി തട്ടിയെടുത്തെന്നാണ് ആരോപണം. ഗുരുവായൂരിലെ BJP സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ നടത്തിയ വിദ്വേഷ പരാമർശങ്ങളിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഇത്തരം പരാമർശങ്ങൾ അതീവ ഗൗരവതരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതുവഴി രാജ്യത്തിനും സമൂഹത്തിനുമുണ്ടായ ആഘാതം എങ്ങനെ മറികടക്കുമെന്ന് കോടതി ചോദിച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളെക്കുറിച്ചും കോടതി ആരാഞ്ഞു. പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പ്രശോഭ് C വത്സനെതിരെ പീഡന പരാതിയുമായി ദളിത് യുവതി രംഗത്ത്. ജോലി വാഗ്ദാനം നൽകി പരിചയപ്പെട്ട ശേഷം 3 തവണ ക്രൂരമായി പീഡിപ്പിച്ചെന്ന് കാണിച്ച് യുവതി മുഖ്യമന്ത്രി പിണറായി വിജയനും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രശോഭ്. വിവാഹിതനായ പുരുഷൻ ഭാര്യയല്ലാതെ പ്രായപൂർത്തിയായ മറ്റൊരു വ്യക്തിക്കൊപ്പം കഴിയുന്നത് കുറ്റകൃത്യമല്ലെന്ന് അലഹബാദ് ഹൈക്കോടതി. ധാർമ്മികതയും നിയമവും രണ്ടാണെന്നും കോടതി വ്യക്തമാക്കി. സുരക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് പങ്കാളികൾ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. വിവാഹിതനായ വ്യക്തിക്കൊപ്പമുള്ള ബന്ധം പെൺകുട്ടിയുടെ കുടുംബം എതിർക്കുകയും മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുകയും ചെയ്തിരുന്നു. മകളെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് കുടുംബം പോലീസിൽ പരാതി നൽകിയത്. മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തലയുടെ അഴിമതി ആരോപണത്തിന് മറുപടിയുമായി മന്ത്രി VN വാസവൻ. അടിസ്ഥാനമില്ലാത്തതും സാമാന്യ ബോധമില്ലാത്തതുമായ ആക്ഷേപമാണ് രമേശ് ചെന്നിത്തല നടത്തിയതെന്ന് മന്ത്രി VN വാസവൻ അഭിപ്രായപ്പെട്ടു. ദിനേശ് BD എന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനമാണ്. സിംഗിൾ ബിഡ് കാർഡ് കൊടുക്കാതിരിക്കാനാണ് TCSന് ഒഴിവാക്കിയത്. കോടതിയിൽ പോയിട്ട് അവിടെ നിന്നും തിരിച്ചു ഓടിച്ചതാണ്. രാഷ്ട്രീയ പകപോക്കൽ ലക്ഷ്യമിട്ടാണ് ആരോപണമെന്നും VN വാസവൻ പറഞ്ഞു. ട്രാൻസ്ജെൻഡറുകളുടെ സംരക്ഷണവും അവകാശങ്ങളും സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ ആശങ്ക പ്രകടിപ്പിച്ച് സുപ്രീം കോടതി നിയമിച്ച സമിതി. ബിൽ പിൻവലിക്കുന്നത് പരിഗണിക്കാൻ ആവശ്യപ്പെട്ട് സമിതി കേന്ദ്ര സാമൂഹിക ക്ഷേമ മന്ത്രാലയത്തിന് കത്തയച്ചെന്നാണ് വിവരം. ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നിയമപരമായ അംഗീകാരവുമായി ബന്ധപ്പെട്ട ബിൽ ബുധനാഴ്ചയാണ് പാർലമെന്റ് പാസാക്കിയത്. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ നിയമമാകും. സംസ്ഥാനത്ത് വേനൽ ചൂട് അതിരൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇടുക്കി, വയനാട് ഒഴികെയുള്ള 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ 36 ഡിഗ്രി സെൽഷ്യസ് വരെയുമാണ് താപനില ഉയരാൻ സാധ്യത. നേപ്പാളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായി 35-കാരനായ ബലേന്ദ്ര ഷാ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ശീതൽ നിവാസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബലേന്ദ്ര ഷായ്ക്കൊപ്പം 15-അംഗ മന്ത്രിസഭയും ഇന്ന് ചുമതലയേറ്റു. മാർച്ചിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബലേന്ദ്ര ഷായുടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി 275-അംഗ പാർലമെന്റിൽ 182 സീറ്റുകൾ നേടി വൻ ഭൂരിപക്ഷത്തോടെയാണ് അധികാരത്തിലെത്തിയത്.
പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധഭീതിക്ക് വലിയ ആശ്വാസം പകർന്ന് ഇറാന്റെ ഊർജ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ 10 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു. ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അഭ്യർത്ഥന കണക്കിലെടുത്താണ് ഈ തീരുമാനമെന്നും ചർച്ചകളിൽ നിർണായക പുരോഗതി ഉള്ളതായും അദ്ദേഹം അവകാശപ്പെട്ടു. ജനേകം ടോപ്പ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.